ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖം. ചൂടൊക്കെയാണ്, പെരും ചൂടാണ്, മഴ പെയ്യുന്നില്ല. എല്ലാവർക്കും പരാതിയായിരിക്കും, മഴ പെയ്യുന്നില്ല, ചൂടാണ്, കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പരാതിയായിരിക്കും അല്ലേ. എന്നാലുണ്ടല്ലോ, ഞങ്ങളുടെ ഇവിടെ ടി കെ കോളനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല സുഖമാണ്. രാത്രി ആയാലും പകലായാലും ഒരുമാതിരിയൊക്കെ സുഖം കേട്ടോ. വലിയ ചൂടൊന്നുമില്ല. എന്നെ കെട്ടിച്ച് വിട്ട വീട് നാരോക്കാവാണേ, പാലമാട് എടക്കര നാരോക്കാവ്. അവിടുത്തെ അപേക്ഷിച്ചൊക്കെ ഇവിടെ ഭയങ്കര സുഖം കേട്ടോ. അവിടെയെന്ന് വെച്ചാൽ ഇരിക്കാൻ പറ്റത്തില്ല, പെരും ചൂടാ. എപ്പോഴും ഫാന് വേണം, കിടക്കാൻ പറ്റത്തില്ല, വേർത്ത് കുളിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മൾ ആകെ ക്ഷീണിച്ച് വെള്ളം കുടിച്ച് ആകെ ആവശ്യം വയറ് നിറയ്ക്കും, പിന്നെ ചോറ് തിന്നാനും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ കേട്ടോ. എന്നാൽ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഭയങ്കര സുഖം. രാവിലെ ആയാൽ പുതച്ച് മുടിയൊക്കെ ഇട്ടാൽ കിടക്ക്, ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതച്ച് മുടി കിടക്കാം, അങ്ങനെ സുഖം കേട്ടോ. അതുപോലെ നമുക്ക് വൈകുന്നേരമൊക്കെ ആയാൽ നമുക്ക് പുഴയിൽ പോയി കുളിക്കാം. എൻ്റെ വീട് ഇവിടെയാണ്, ടി കെ കോളനി, നിലമ്പൂർ പൂക്കോട്ടുംപാടം ടി കെ കോളനി. ഇവിടെ കുറേ റിസോർട്ടുകളുണ്ട്, ഹോൺബില്ല്, ലവ് ഷോറ്, അങ്ങനെ പറഞ്ഞ് കുറേ റിസോർട്ടുകൾ ഇവിടെ ഉണ്ട്. അടിപൊളി ഏരിയ, ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പുഴയായിട്ടും ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഇപ്പോൾ ആദ്യമൊക്കെ നിറച്ചും ടൂറിസ്റ്റുകൾ വന്നായിരുന്നു നമ്മളെ പുഴയിൽ നീന്താനും ചാടാനും, വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഏരിയയില്ലേ, അപ്പോൾ കാണാനൊക്കെ ആയിട്ട് നിറച്ചും വരുമായിരുന്നേ. എന്നാൽ ഇപ്പം ആരെയും കയറ്റത്തില്ല. വെള്ളം കുറഞ്ഞതുകൊണ്ട് കുടിവെള്ളമാണ് ഇവിടെ ഉള്ളവരെല്ലാവരും കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് നമ്മൾ പുഴയിലെ. അതുകൊണ്ട് ഇവിടെ ആരെയും ഇറക്കത്തില്ല. അന്നൊക്കെ വരുമ്പോൾ ടൂറിസ്റ്റുകാർ വരുന്നത് കുറേ ചട്ടിയും പാത്രവും ഒക്കെ ആയിട്ടായിരിക്കും കേട്ടോ വരിക. അവരിവിടെ വന്ന് വെള്ളത്തിലും ചാടി കുക്കിങ്ങൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവരിവിടുന്ന് പോകുന്നത്. നമ്മൾ പുഴയിൽ വേസ്റ്റ് മാലിന്യമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആട്ടോ അവർ പോകുന്നത്. അത് പിന്നെ കുറേ നിർത്തലായി. എന്നിട്ടിപ്പോൾ കുടിവെള്ളം കൂടി ആയതുകൊണ്ട് ഇപ്പോൾ ആരെയും കയറ്റുന്നില്ലേ. അതുകൊണ്ട് ഇന്നും നമ്മളിവിടെ താഴത്തോട്ടുള്ള പുഴയിലേക്കൊന്നും വെള്ളം പോകുന്നില്ല, വെള്ളം എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഓസൊക്കെ പൊക്കി, താഴെയുള്ളവരുടെ ഓസൊക്കെ പൊക്കി ഇവിടെ വെള്ളം കുറവാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ടി കെ കോളനിയിൽ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ, വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ എനിക്ക് ചേച്ചിയുണ്ട്, ഒരനിയനുണ്ട്, പിന്നെ പപ്പയും മമ്മിയും. ഞങ്ങൾ ചെറിയ ഫാമിലി ആയിട്ട് അങ്ങനെ പോകുന്നു. ചേച്ചിക്ക് 2 പിള്ളേർ, നിയ, എൽഗ മരിയ, എൽവിൻ, ബോബി, അങ്ങനെ 2 പിള്ളേരുണ്ട്. എനിക്ക് 2 പിള്ളേരുണ്ട്, ഇവാൻ ജിജോ, ജുവാൻ ജിജോ. ഞാനിപ്പോൾ LKGക്ക് വിടും. ഈ ജൂണിൽ LKG പോകാനാകും അവൻ. ജുവാൻ കിടന്നുറങ്ങുവാണ്. ജുവാൻ 8 മാസമായിട്ടുള്ളൂ. കാണിച്ചു തരാം ഒരു ദിവസം, ഞാൻ അവരെയും കൂട്ടി വീഡിയോ ഇടാവേ. പിന്നെ എന്താ വിശേഷം, അങ്ങനെ പോകുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ സ്കൂള് പൂട്ടാൻ പോവല്ലേ, ഈ മാസം സ്കൂള് പൂട്ടും. അത് കഴിഞ്ഞ് ചേച്ചിയും പിള്ളേരും വരും. ഞാനിപ്പോൾ എൻ്റെ കെട്ടിച്ച വീട്ടിലോട്ട് പോവുക. 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകും. ഈസ്റ്ററും ഈസ്റ്ററും പെസഹയൊക്കെയല്ലേ വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേരെ ചേച്ചിയും പിള്ളേരൊക്കെ വരുമ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അന്നേരം ഞാൻ പുഴയിൽ പോകുന്ന വീഡിയോസും പിള്ളേരൊപ്പം ഉള്ളതും കളിക്കുന്നതും കളിച്ചിരി എല്ലാം ആയിട്ടുള്ള വഴക്കിടലും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാവേ. അനിയന് പോളണ്ടിലാണ്. അവൻ പോയിട്ട് 2 വർഷത്തോളമായി. 2 വർഷം കഴിഞ്ഞു. ഈ ജൂലൈ 3 വരുമ്പം 2 വർഷം തികയും. അപ്പം അവിടെ അവന് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ചെറിയ വീടും ചെറിയ കുഞ്ഞു ഫാമിലി ഒക്കെ ആയിട്ട് അങ്ങനെ സ്വർഗ്ഗമായിട്ട് പോകുന്നു. മുടി ഞാൻ വെട്ടിയതാട്ടോ, ഞാൻ തന്നെ വെട്ടിയതാണ്. സ്റ്റെപ്പ് കട്ടായിട്ട് ആദ്യം ഇപ്പോൾ എല്ലാ മുടിയും കൂടെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് 2 കെട്ടാക്കിയിട്ട് തുമ്പ് വെട്ടി. പിന്നെ ഈ ചെവിൻ്റെ പുറകിൽ നിന്ന് ഇച്ചിരി ഇങ്ങനെ എടുത്തിട്ട് ഫ്രണ്ടിലോട്ടിട്ട് 2 കെട്ടായിട്ട് പിന്നെയും തുമ്പ് വെട്ടി. പിന്നെ പിരികത്തിൻ്റെ ലാസ്റ്റ് എൻഡിലെ
അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് അതും കിട്ടി. അങ്ങനെയാട്ടോ മുടി നല്ല വൃത്തിയായി കിടക്കുന്നുണ്ടല്ലേ. മുടി വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ മുടിയിലൊന്നും ചെയ്യാറില്ല. എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നതാണ്. ഇപ്പം മുടിയൊക്കെ പോയി. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ നല്ല ഉള്ള മുടിയായിരുന്നു. അന്ന് മുതൽ മുടിയും പോയി, തടിയും പോയി. പിന്നെ മുടിയിലേക്ക് നോട്ടമൊക്കെ കുറവായിരുന്നേ. പിന്നെ ഇപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ, ഞാൻ ഒരു പാട്ട് പാടിത്തന്നാലോ? ഒരു പാട്ടിന് 4 വരി പാട്ട് പാടിത്തരാവേ. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഊഞ്ഞാലേ പാടാമോ, ഊഞ്ഞാലേ പാടാമോ. അടുത്ത വരെ എനിക്കറിയില്ല ഗായ്സ്. ഞാൻ പാട്ടൊക്കെ പഠിച്ച്, ശരിക്കും പാട്ടൊക്കെ പഠിച്ച് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് പാട്ട് പാടിത്തരാവേ. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളെ പള്ളി പൊളിച്ചു ഫുള്ള് നിരപ്പാക്കി. ഞങ്ങൾ പുതിയ പള്ളി ഉണ്ടാക്കും. പിന്നെ ഉണ്ടല്ലോ, ഒരു ദിവസം ഞാൻ ഇവിടുത്തെ റിസോർട്ടുകളും ഒക്കെ കാണിച്ചു തരാവേ. റിസോർട്ടിൽ പോകുന്ന വീഡിയോസ്, അവിടുത്തെ എല്ലാ സംഭവങ്ങളും ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഒരു ദിവസം. ഈ വെക്കേഷനിൽ ചേച്ചിയും പിള്ളേരൊക്കെ വരുമ്പോൾ ഞങ്ങൾ പുഴയ്ക്ക് പോകും. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് ഇടാവേ. പിന്നെ നിങ്ങൾ എൻ്റെ വീടും പരിസരവും മലയൊക്കെ ഞാൻ കാണിച്ചു തന്നതല്ലായിരുന്നോ? ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. എല്ലാവരും പോയി വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ +2 കഴിഞ്ഞ് നേഴ്സിംഗ് പഠിച്ചു കേട്ടോ. A&M കോഴ്സ് പഠിച്ചു. 2 വർഷത്തെ കോഴ്സ്, 6 മാസത്തെ ട്രെയിനിങ്ങും കഴിഞ്ഞ് അങ്ങനെ പഠിച്ചേ. അതൊരു 3.5 വർഷം ജോലി ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. 2020 കല്യാണം. 2021 കുട്ടാപ്പി ഉണ്ടായി. അത് കഴിഞ്ഞ് 2025 കുഞ്ഞാപ്പി ഉണ്ടായി. അങ്ങനെ നിൽക്കുന്നു. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആകെ 35 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എനിക്ക് തുടങ്ങിയതേ ഉള്ളൂ യൂട്യൂബ്. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.